പിണറായി വിജയ, കരഞ്ഞിട്ട് കാര്യമില്ല പിണറായി വിജയ, ദൈവമാണ് നിനക്ക് തരുന്നത്, അത് നീ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം പിണറായി വിജയ. അപ്പോൾ ഇന്ന് പിണറായിക്കെതിരെ ഒരു യുവതി രംഗത്ത് വന്നിട്ടുണ്ട്. ആ യുവതിക്കെതിരെ കേസെടുക്കണമെന്നാണ് പിണറായിയും സംഘവും പറയുന്നത്. എന്താണ് ആ യുവതി പറഞ്ഞത് അത് ഞാനിപ്പോൾ സൈഡിൽ വെച്ചു തരാം. അതിനുശേഷം അരുൺകുമാർ അറിയാതെ പിണറായി വിജയനെ വിമർശിക്കുകയാണ്. അരുൺകുമാറിന് സൈബർ അറ്റാക്കാണ്. CPM-കാരടക്കം അരുൺകുമാറിനെ തെറി വിളിക്കുകയാണ്. അരുൺകുമാറിന്റെ തന്തക്കടക്കം വിളിക്കുകയാണ്. എന്താണ് അരുൺകുമാർ അറിയാതെ പറഞ്ഞത് അതും ഞാൻ ഇന്ന് സൈഡിൽ വെച്ചു തരാം. അതിനുശേഷം അമിത് ഷാ ഉണ്ടല്ലോ പാർലമെന്റിൽ, അമിത് ഷായെ ഒരു യുവതിയായിട്ടുള്ള ഒരു MP കൊടയുകയാണ്. അമിത് ഷായെ പാർലമെന്റിൽ തെറി വിളിക്കുകയാണ്. നരേന്ദ്രമോദി അടക്കം ഗിഡുഗിഡ വിറക്കുകയാണ്. എന്താണ് ആ യുവതി പറഞ്ഞത് അതും ഞാൻ സൈഡിൽ വെച്ച് തരാം. അതിനുശേഷം മറ്റൊരു യുവാവ് പിണറായി വിജയനെതിരെ നല്ലോണം കൊടുത്തിട്ടുണ്ട്. ആ യുവാവിനെതിരെയും കേസെടുക്കണമെന്നാണ് CPM-കാർ പറയുന്നത്. അതിനുശേഷം നമ്മൾ സാധാരണക്കാരായ പ്രേക്ഷകരോട് എങ്ങനെയുണ്ട് പിണറായി വിജയന്റെ ഭരണം അതും കൂടി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു കാര്യം അതിനു മുമ്പ് പറയുകയാണ്. പിണറായി വിജയനെതിരെ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ കേസാവും. എനിക്കടക്കം ഇനിയിപ്പോൾ കേസ് വരാനെടുക്കും, ഉറപ്പായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കണം. കേസെല്ലാം എന്ത് മണ്ണാങ്കട്ടം വന്നാലും പിണറായി ചെയ്യുന്ന നിറകേട് ഞാൻ വിളിച്ച് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് അരുൺകുമാർ അറിയാതെ പറഞ്ഞത് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, സർക്കാർ LDF വരും ശരിയാകുമെന്ന പരസ്യവാചകത്തിലാണ് അധികാരത്തിലെത്തിയത്. പെൻഷൻ കുടിശ്ശിക വരുത്തി ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം. രണ്ടാം തവണ ഉറപ്പാണ് LDF എന്ന് പറയാൻ ധൈര്യം നൽകിയതും ക്ഷേമ പെൻഷനും പൊതുവിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ ഇടപെടലുകളുമായിരുന്നു. രണ്ടാം പിണറായി സർക്കാർ പക്ഷേ ഏറെ വ്യത്യസ്തമായിരുന്നു. കൃത്യമായ പെൻഷൻ മുടങ്ങി. 1 2 3 4 മാസം. പട്ടിണി മാറ്റാൻ മാവേലി സ്റ്റോറുകളിലെത്തിയ ജനം അവശ്യ സാധനങ്ങൾ കിട്ടാതെ ഒഴിഞ്ഞ സ്റ്റോറുകൾ കണ്ട് തിരിച്ചുപോയി. നിറച്ചൂട്ടിയ കുടുംബശ്രീ ഹോട്ടലുകൾക്ക് കിട്ടാനുള്ളത് 41 കോടി രൂപ. ഉച്ചഭക്ഷണത്തിന് സ്കൂളുകൾക്ക് ലഭിക്കാനുള്ളത് 200 കോടി. ഓണക്കിറ്റ് കുടിശ്ശിക വിതരണക്കാർക്ക് കൊടുക്കാനുള്ളത് 158 കോടി. കാരുണ്യ പദ്ധതിക്ക് ആശുപത്രിക്ക് മിനിമം കൊടുക്കേണ്ട കുടിശ്ശിക 300 കോടി. KSRTCക്ക് നൽകേണ്ട തുക പെൻഷന്റെ ഇനത്തിൽ മാത്രം 160 കോടി. ക്ഷേമ പെൻഷനിലേക്ക് മാത്രം 4 മാസത്തെ കുടിശ്ശിക 3200 കോടി. കടം വന്ന് കഴുത്തോളം മുങ്ങിയ രണ്ടാം പിണറായി സർക്കാർ ഒടുവിൽ വില കൂട്ടില്ല എന്ന ആ ഉറപ്പ് പൊളിച്ചു. മാവേലി സ്റ്റോറുകളിലെ സബ്സിഡിയുള്ള 13 സാധനങ്ങൾക്ക് 7 വർഷങ്ങൾക്ക് ശേഷം വില കൂട്ടാൻ ഇന്ന് ചേർന്ന LDF യോഗം തീരുമാനിച്ചു. പെൻഷൻ കുടിശ്ശികയ്ക്കൊപ്പം വിലക്കയറ്റവും പിണറായി സർക്കാരിന്റെ സമ്മാനം. ചോദ്യമിതാണ്, ക്ഷേമത്തിന് അല്ല, ഇത് ആരാ പറയുന്നത്? അരുൺകുമാറിന് ഒരു കാര്യം മനസ്സിലായി, ഇനിയിപ്പോൾ ഭരണം ചേഞ്ച് ആവും, ഇങ്ങനെ പറഞ്ഞാലേ വിജയിക്കുമെന്ന്. അതായത് അരുൺകുമാർ നല്ലൊരു ഡോക്ടറെ കാണുന്നത് അത്യാവശ്യമാണ്. ഒരു സമയത്തൊന്ന് മറ്റൊരു സമയത്തൊന്ന്. എന്താണ് ഇയാൾക്ക് സംഭവിക്കുന്നത് എനിക്ക് പേഴ്സണലി അറിയുന്നില്ല. ചിലപ്പോൾ ഇന്നലെ 1 കോടി പിണറായി അയക്കാമെന്ന് പറഞ്ഞിട്ട് അയച്ചില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഒരു യുവാവ് നല്ലൊരു വിമർശിച്ചിട്ടുണ്ട്. 93K ലൈക്കാണ്. ഓർക്കുക നിങ്ങൾ, ആ യുവാവ് പറഞ്ഞത് 2 മില്യൺ ആൾക്കാരാണ് കണ്ടത്. അതിൽ 93K ലൈക്കാണ് യുവാവിന് കിട്ടിയത്. അയാൾക്കെതിരെ, ആ യുവാവിനെതിരെ എത്രയും പെട്ടെന്ന് കേസെടുക്കണമെന്നാണ് മറ്റേ RSS എന്ന് വരുന്നുണ്ട്, ഈ പറയുന്ന SFI-കാർ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആ യുവാവ് പറഞ്ഞത് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, മുഖ്യമന്ത്രിക്ക് വാഹനം വാങ്ങാൻ 1 കോടി 10 ലക്ഷം രൂപ അനുവദിച്ചു. ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി ധനമന്ത്രിയാണ് ഇന്ന് തുക അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. നിലവിൽ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന 2 വാഹനങ്ങൾക്ക് പകരമായാണ് പുതിയ വാഹനം വാങ്ങുന്നത്. ഈ വാർത്ത കേൾക്കുമ്പോൾ ഒറ്റ വാക്കേ പറയാനുള്ളൂ, തന്തയില്ലായ്മ തരം. കഴിഞ്ഞ ദിവസം കൂടെ നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ വന്നിരുന്നിട്ട് പറഞ്ഞത് മുണ്ട് മുറുക്കി ഉടുത്ത് വേണമെന്ന് നാട്ടുകാർ ഇനിയും ജീവിക്കാൻ. ഖജനാവിൽ കാശില്ല, സാമ്പത്തിക തളർച്ചയിലാണ് കേരളം. പറക്കാഴുകയല്ലേ ഈ കാണിക്കുന്നത്. 1 കോടി 10 ലക്ഷം രൂപ. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം എത്രാമത്തെ വണ്ടിയാണ് നിങ്ങൾ മാറുന്നതെന്നറിയാവോ? പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന മിസ്റ്റർ പിണറായി വിജയനോടാണ് ഞാൻ ചോദിക്കുന്നത്. വെള്ള ഇന്നോവ മാറ്റി കറുത്ത ഇന്നോവയാക്കി. കറുത്ത ഇന്നോവ 2 എണ്ണം എടുത്തു. അതിനുശേഷം കിയ കാർണിവൽ എടുത്തു. ഇപ്പതേ 1 കോടി 10 ലക്ഷം രൂപ. ഏത് വാഹനമാണ് നിങ്ങൾ ഈ 1 കോടി 10 ലക്ഷം രൂപ നടത്തി? ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്? ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? സിനിമാ താരങ്ങളും രാഷ്ട്രീയക്കാരും അവരുടെ കാശിന് വാങ്ങിക്കുന്ന വാഹനങ്ങൾ കണ്ടിട്ട് കൊതി മൂത്തിട്ടാണോ, അതോ അമേരിക്കയിലേക്ക് യാത്ര ചെയ്ത് അവിടുത്തെ വാഹനങ്ങൾ കണ്ടിട്ടുള്ള ഭ്രമമാണോ താങ്കളിലെ കൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നത്? കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ നിങ്ങളെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തവനാണ്. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാണ്, കേരളത്തിൽ BJP ജയിക്കുന്നുണ്ടോ അതിന് കാരണക്കാര് നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ ഭരണത്തിലൂടെ ഈ കാണിക്കുന്ന ധൂർത്തും അനാവശ്യവും മാത്രമാണ് BJP.
എന്ത് ക്ലിയർ ആണല്ലേ യുവാവ് പറഞ്ഞത്. ഒരു കൂട്ടം സഖാക്കൾ പറഞ്ഞത് യുവാവിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം, ജാമ്യമില്ലാ വകുപ്പിൽ 10 വർഷം മിനിമം ജയിലിൽ കൂട്ടണമെന്നാണ് സഖാക്കൾ പറയുന്നത്. എന്താണ് സഖാക്കളെ യുവാവ് പറഞ്ഞതിൽ തെറ്റുള്ളത്? 100% ശരിയല്ലേ? ഓക്കെ, നമുക്ക് അമിത്ഷയെ വിറപ്പിക്കുകയാണ് ഒരു യുവതിയായ MP. അതിനുശേഷം പിണറായി വിജയനെതിരെ ഒരു യുവതിയും കൂടി വന്നിട്ടുണ്ട്. എല്ലാം ചർച്ച ചെയ്യാൻ കുറച്ച് വെയിറ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ആദ്യം അമിത്ഷയ്ക്ക് എന്താണ് കൊടുത്തത് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ये दादागिरी नहीं चलेगी साहब, ये दादागिरी नहीं चलेगी। मैं जानती हूँ आपको दुख होगा, आप चिल्लाएंगे, मत चिल्ला के किसी के आवाज को आप दबा नहीं सकते, चिल्ला के किसी के आवाज को आप दबा नहीं सकते। हम वही है जो कभी आपको भी सपोर्ट किए हैं और आज भुगत रहे हैं, मगर अभी हम जो बोल रहे हैं वो भी सच है। कैंपेन कर रहे थे तो क्या बोले कि हम 300 यूनिट तक का बिजली फ्री देंगे, ये भी एक जुमला है। इलेक्शन खत्म हो गया, सरकार आ गया, मगर ये जुमला का जुमला रह गया। ओडिशा अपने हक के लड़ा है और आगे भी लड़ेगा। आपने राम जी को लाए, हम खुश है। आप कृष्णा जी को लाए, हम और भी खुश है। मगर कब आप काला धन लाएंगे, कब आप अच्छे दिन लाएंगे, कब आप 2 करोड़ नौकरी लाएंगे, तब हम लोग बहुत खुश होंगे और भी खुश होंगे। मगर जो आपको खुशी लगता है आप वही करते हैं। ये दादागिरी നല്ല ചുണക്കുട്ടിയായിട്ടുള്ള ഒരു യുവതിയായിട്ടാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. അമിത്ഷയെ വിറപ്പിക്കുകയാണ് അല്ലേ. നല്ല രസകരമായി കാണാൻ, അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ വെച്ചത്. അപ്പോൾ പിണറായി വിജയനെതിരെ ഒരു യുവതി എന്താണ് പറഞ്ഞത്, എന്തിനാണ് ആ യുവതിയെ പാവത്തിന് കേസെടുക്കാനൊക്കെ പിണറായി നോക്കുന്നത്, എന്താണ് യുവതി പറഞ്ഞത്, നിങ്ങൾ അതൊന്ന് കേൾക്കണം. ഓക്കെ, പിണറായി സർക്കാർ കഴിഞ്ഞ ദിവസം കുറെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചല്ലോ. അതൊക്കെ കണ്ടപ്പോൾ പിണറായി സർക്കാർ എന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞു തള്ളുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കുക. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വെറും ഇലക്ഷൻ സ്റ്റണ്ടാണ് ഈ ആനുകൂല്യങ്ങളെന്ന് എല്ലാ മലയാളികൾക്കും അറിയാം. കഴിഞ്ഞ 5 വർഷക്കാലമായി പിണറായി സർക്കാരിന് തരാൻ തോന്നാത്ത ആനുകൂല്യങ്ങൾ ഇലക്ഷൻ അടുക്കുമ്പോൾ തരുന്നത് വെറും വോട്ടിന് വേണ്ടി മാത്രമാണ്. ഈ ആനുകൂല്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ 10,000 കോടി രൂപ കേരള സർക്കാർ കണ്ടെത്തണം. ഇപ്പോഴത്തെ കേരളത്തിലെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ച് അതൊന്നും നടപ്പിലാക്കുന്ന കാര്യമല്ലെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ പിന്നെ എങ്ങനെ ഈ ആനുകൂല്യങ്ങൾ അടുത്ത മാസം മുതൽ നടപ്പിലാക്കും? ഉത്തരം സിമ്പിളാണ്. നിലവിലുള്ള പല പദ്ധതികളും വെട്ടിക്കുറയ്ക്കും. ദേശീയപാതകൾ അടക്കം കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടിൽ നിർമ്മിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് കേരള സർക്കാരിന് തലപുകയ്ക്കേണ്ട. റോഡുകൾ നിർമ്മിച്ചു കഴിയുമ്പോൾ പിണറായി വിജയന്റെയും മരുമകൻ റിയാസിന്റെയും ഓരോ ഫ്ലെക്സ് കൊണ്ടുവച്ച അതിന്റെ ക്രെഡിറ്റും അടിച്ചു മാറ്റാം. പക്ഷേ സംസ്ഥാനം തന്നെ നടപ്പിലാക്കേണ്ട ഒരുപാട് പദ്ധതികൾ ഫയലിൽ ഇപ്പോഴും പൊടിപിടിച്ച് കിടക്കുന്നുണ്ട്. അത് ഇനിയും അങ്ങനെ തന്നെ തുടരും. സംസ്ഥാനം കടുത്ത സാമ്പത്തിക ബാധ്യതയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ശമ്പള പരിഷ്കരണവും ഉടൻ നടപ്പിലാക്കാൻ സാധ്യതയില്ല. അതോടെ സംസ്ഥാന സർവീസിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ പതിവിലും ഇരട്ടിയായി ജോലിയിൽ അലംഭാവം കാണിക്കാൻ തുടങ്ങും. അതും ബാധിക്കുന്നത് സാധാരണ ജനങ്ങളെ തന്നെയായിരിക്കും. ഫലത്തിൽ ജനങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി എന്തൊക്കെയോ ഭയങ്കര കാര്യങ്ങൾ ചെയ്തു എന്ന് തോന്നിപ്പിക്കുന്ന കുറച്ച് പരിപാടികൾ ചെയ്തുവെങ്കിലും അത് മറ്റൊരു രീതിയിൽ വലിയ നഷ്ടങ്ങളാണ് സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. വോട്ടിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന പിണറായി സർക്കാരിന് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ അല്പം സുതാര്യതയൊക്കെ ആകാം. അല്ല പിണറായി വിജയ, ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെ തന്നെ നടക്കും. 10 വർഷം നീ ഭരിച്ചിട്ട് ഒരു മണ്ണാങ്കട്ടയും കൊടുക്കാതെ നിന്റെ ഭരണം തീരാൻ 2 മാസം ഇരിക്കെ എല്ലാ സ്ത്രീകൾക്കും 2,000 രൂപ നീ കൊടുത്തത് ഞങ്ങൾ കണ്ടത് തന്നെ. അതായത് ഉഡായിപ്പാണ്. പിണറായിക്കറിയും ഞാൻ തോക്കും, അതുകൊണ്ട് ജയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു പച്ചക്കളവ് ഒരു പ്രഖ്യാപനം ഞാൻ നടത്താമെന്ന്. അങ്ങാലം 3ാമത് അധികാരത്തിൽ വന്നാൽ, ജന്മത്ത് വരൂല, ഒരു എക്സാമ്പിൾ പറയുകയാണ്, 3ാമത് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിണറായി ആദ്യം മുക്കുന്നത് ഇതിനായിരിക്കും. ഓക്കെ, നമ്മളെ കൊണ്ട് പറ്റൂല, കേരളം കടത്തിലാണ്, അങ്ങനെയൊക്കെ പറയും. ഇത് കേരളമാണ് പിണറായി വിജയ. ഇവിടെ നിന്റെ ഉടായ്പകളൊക്കെ, നീ എത്ര ഉടായ്പാകും, ഇങ്ങനെ പെൺകുട്ടികൾ രംഗത്ത് വരും, അവർക്കെതിരെ കേസെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇനി കുറേ ജയിൽ നിർമ്മിക്കേണ്ടി വരും, ഇഷ്ടംപോലെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്ക് സാധാരണക്കാരായ ജനങ്ങൾ, കുറേ യുവതികൾ വീണ്ടും പിണറായിക്കെതിരെ വന്നിട്ടുണ്ട്. അത് ഞാൻ പ്ലേ ചെയ്യാം. അതിനു മുമ്പ് മറ്റൊരു യുവാവും കൂടി പിണറായിക്കെതിരെ വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. കേരളം അതീവ സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് നമ്മുടെ ധനമന്ത്രി. അതായത് ഇവര് കോടാനുകോടി കടം ചോദിച്ചു, അത് കിട്ടിയില്ല, അതുകൊണ്ട് ജനങ്ങൾ മുണ്ടുമുറുക്കി ഉടുക്കാൻ സമയമായി എന്നാണ് അതിനർത്ഥം. അതൊക്കെ പോട്ട്, ഇവർക്ക് കോടാനുകോടികൾ കടം കിട്ടിയെന്ന് എന്നെ വെച്ചോ. ഇവരെന്തൊക്കെയായിരിക്കും ചെയ്തു കൂട്ടുന്നത്? നമ്മുടെ മന്ത്രിമാര് ഇടയ്ക്കിടയ്ക്ക് കോടികളുടെ കാറ് വാങ്ങിച്ചു കൂട്ടും. നവകേരള സദസ്സെന്നും പറഞ്ഞ് ഇവർക്ക് തന്നെ സഞ്ചരിക്കാൻ വേണ്ടി കോടികളുടെ ബസ്. ഇടയ്ക്കിടയ്ക്ക് മമ്മൂട്ടിക്കും മോഹൻലാലിന് അവാർഡ് കൊടുക്കാന്നും പറഞ്ഞ് അങ്ങനെയും കുറെ കോടികൾ ചെലവാക്കും. പോരാഞ്ഞിട്ട് ഈയിടെയായിട്ട് ആഗോള അയ്യപ്പ സംഗമമെന്നും പറഞ്ഞ് കുറെ കോടികളും മുടക്കി. അപ്പൊ നമ്മുടെ അധികാരികൾ ഈ കോടാനുകോടികൾ കടമെടുക്കുന്നത് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അതോ ഇവർക്ക് എന്നെ ദൂർത്തടിച്ച് കളയാനാണോ? ഇങ്ങനെ പോണെങ്കിൽ ഇവരൊക്കെ കടമെടുത്ത് നമ്മുടെ കേരളം വല്ല ബാങ്കിനും എഴുതി കൊടുക്കേണ്ടി വരും.
100% ശരിയാണ്. നമ്മുടെ കേരളം വല്ല ബാങ്കിന് എഴുതി കൊടുക്കേണ്ടി വരും. എന്തെങ്കിലും ജനങ്ങൾക്ക് നല്ലതായി, അതായത് നമുക്കൊരു 1000 രൂപ കൊണ്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനം കിട്ടുന്നുണ്ടോ? പിണറായി വിജയൻ അങ്ങനെ ആക്കിയിട്ടില്ലേ? എന്തെങ്കിലും ഒരു നല്ല കാര്യം പിണറായി വിജയൻ്റെ നിങ്ങൾക്ക് പറയാൻ പറ്റും? ഒരു കമൻ്റ് ഇടും. ഇല്ല, ഒന്നുമില്ല. ജനങ്ങളെ കൊന്നതല്ലാതെ ജനങ്ങൾക്ക്, അതായത് ഒന്നും ഈ പിണറായി വിജയൻ ചെയ്തിട്ടില്ല എന്നാണ് സത്യം. സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്താണ് പിണറായിനെ കുറിച്ച് പറയാനുള്ളത്? നമുക്ക് അതും ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. എല്ലാം ശരിയാവും എന്നുള്ള ടാഗ് ലൈനോടല്ലേ അവരുടെ ഭരണം വന്നത്. എന്നിട്ട് എന്തെങ്കിലും ശരിയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെ സ്വത്ത് കൂടിയതല്ലാതെ വേറെ മാറ്റമൊന്നും ഞങ്ങൾ കാണുന്നില്ല. പിന്നെ കുറെ കേസസ് കൂടി, പിന്നെ നമ്മുടെ ആരോഗ്യനില താഴോട്ട് പോയി, കുറ്റകൃത്യങ്ങൾ കൂടി എന്നതല്ലാതെ ഒന്നും കുറയുന്നില്ല. എന്തുകൊണ്ട് എല്ലാത്തിനും ബുദ്ധിമുട്ട് തന്നെ. സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയല്ലേ. നമുക്ക് നമ്മൾക്ക് സാധാരണക്കാർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മൾ സാധാ ജോലി ചെയ്ത് ജീവിക്കണവരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ എല്ലാത്തിനും ദിവസം പ്രതി വില കൂടി വരെയാണ്. പിണറായി വിജയൻ സർക്കാർ ഒരു 9 വർഷം കൊണ്ട് അതിന്റെ ഏകാധിപത്യ സ്വഭാവത്തിന്റെ അങ്ങേയറ്റം എത്തി നിൽക്കുകയാണ്. പാവപ്പെട്ടവരെ ചിലർക്കൊന്നും പെൻഷൻ ഇല്ല, മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ലൈഫ് മിഷനിലുള്ള വീട്, അതിനകത്തൊക്കെ എല്ലാം കഴിഞ്ഞ് പേര് വരെ എൻ്റെ വന്നാണ്. ഇപ്പം നമുക്കൊന്നും അങ്ങനെയുള്ളവരൊന്നും ഇല്ല. കണ്ടോ പിണറായി വിജയൻ, നിങ്ങളെപ്പറ്റി ജനങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്. ഇങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനാണ് നിങ്ങൾ ഉത്തരവിടുന്നത്. നാണമുണ്ടോ നിങ്ങൾക്ക്? ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ? ഇത്തിരിയെങ്കിലും, അതായത് നിങ്ങൾ പൈസ ദൂർത്തടിക്കുമ്പോൾ, ഖജനാവിൽ നിന്ന് പൈസ മുക്കുമ്പോൾ, വയനാടിൽ ഞങ്ങൾ പാവങ്ങൾക്ക് കൊടുത്ത പൈസ നിങ്ങൾ മുക്കുമ്പോൾ, കൊറോണ സമയത്ത് പൈസ നിങ്ങൾ മുക്കുമ്പോൾ, അതിൽ നിന്ന് ചെറിയൊരു തുക ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെലവാക്കിയിരുന്നെങ്കിൽ, എല്ലാം നിങ്ങൾ മുക്കിയില്ലേ? അവസാന നിമിഷം ഇലക്ഷനിൽ തോക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ കള്ളഗർഭം കൊണ്ടുവന്നു. നാണവും മാനവും ഇല്ലാത്തവർ കള്ളഗർഭം കൊണ്ടുവന്നാൽ ജനങ്ങൾ നിങ്ങൾ കൂട്ടിടുമെന്ന് ആരോപരാൾ നിങ്ങൾ പ്ലാൻ എഴുതി. ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ പിണറായി നിങ്ങൾക്ക്? വീണ്ടും നിങ്ങൾ ഭരിച്ചു കഴിഞ്ഞാൽ കൂട്ടത്തോ നിങ്ങളെല്ലാവരും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലേ പിണറായി? അപ്പോൾ ഇതാണ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം.